നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ടിപ്സുകൾ മാത്രം ഫോളോ ചെയ്താൽ മതി. നമ്മുടെ ചാനൽ ഓൾറെഡി ഇഡ്ഡലിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പച്ചരി വെച്ചിട്ടുള്ള ഒരു ഇഡ്ഡലി ആയിരുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇഡ്ഡലി അരി ഉപയോഗിച്ചിട്ടുള്ള നല്ല ഇഡ്ഡലിയാണ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് 2 കപ്പ് ഇഡ്ഡലി അരി വെച്ചിട്ടാണ്. ഇഡ്ഡലി അരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാ കടകളിലും കിട്ടും, ഓൺലൈൻ കിട്ടും, വളരെ ഈസിലി അവൈലബിൾ ആണ്. ഇഡ്ഡലി അരി നമുക്ക് വേണ്ടത് 2 കപ്പ്. അപ്പോൾ ഞാനത് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 തൊട്ട് 6 മണിക്കൂർ വരെ സോക്ക് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ടാണ് സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഉലുവ അരിയിലിടാം, അല്ലെങ്കിൽ ഉഴുന്നിൽ വേണമെങ്കിലും ഇടാം. പിന്നെ നമുക്ക് ഉഴുന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഹോളായിട്ടുള്ള ഉഴുന്നാണ്. ഉഴുന്ന് പരിപ്പും ഉപയോഗിക്കാം, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇഡ്ഡലിക്ക് ഹോളായിട്ടുള്ള ഉഴുന്നാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് അവൽ, 1/2 കപ്പ് നിറച്ച അവലെടുക്കുക. അപ്പോൾ എപ്പോഴും അളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കപ്പിലാണോ എടുക്കുന്നത് അതേ കപ്പിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക. ഞാൻ ഉപയോഗിക്കുന്ന എപ്പോഴും സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പും സ്പൂൺസുമാണ് എൻ്റെ റെസിപ്പീസിലെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. ഇത്രയും കൂടെ നിറച്ച് ലെവലാക്കി എടുക്കുക. ഹീപ്പ് ചെയ്തെടുക്കില്ല, ലെവലാക്കി എടുക്കുക. അതേപോലെ തന്നെ ഉഴുന്നും ലെവലാക്കി എടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉഴുന്ന് നമ്മൾ ഇതേപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉഴുന്നിനൊരു 3 hours ഒക്കെ സോക്ക് ചെയ്യും. 3 to 4 hours മതി. നമ്മൾ അരി സോക്ക് ചെയ്യുമ്പോൾ ഒരു 5 to 6 hours സോക്ക് ചെയ്യണം. ഇഡ്ഡലി അരി ആകുമ്പോൾ ഇച്ചിരി കൂടുതൽ നേരം സോക്ക് ചെയ്താൽ നല്ലത്. 6 മണിക്കൂറൊക്കെ സോക്ക് ചെയ്താൽ നല്ലത്. നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ആദ്യം ഉഴുന്ന് അരച്ചെടുക്കണം. അപ്പോൾ എപ്പോഴും ഇഡ്ഡലിയുടെ മയം എന്ന് പറഞ്ഞാൽ ഉഴുന്നിൻ്റെ അരയിലാണ്. ഉഴുന്ന് നല്ല ഫ്ലഫി ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് 1/2 കപ്പ് ഉഴുന്നാണ്. ഒരു 3 to 4 hours സോക്ക് ചെയ്ത ശേഷമുള്ളതാണ്. ഞാൻ വെള്ളം മാറ്റി വെച്ചേക്കാണ്. വെള്ളം ഇല്ലാണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. ഉഴുന്നൊക്കെ എടുക്കുമ്പോൾ 2-3 പ്രാവശ്യം കഴുകിയ ശേഷം വേണം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളം തന്നെയാണ് ഞാനിപ്പം അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അര കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് 3/4 ഒഴിച്ച് അരച്ചെടുക്കുക. മിക്സിയിൽ ഏകദേശം 2 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ ഉഴുന്ന് അരയ്ക്കാനായിട്ട്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല പതഞ്ഞ് കിട്ടും, ഈ ടെക്സ്ചറിൽ കിട്ടും. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. വലിയൊരു ബോൾ എടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല പത ഉണ്ടാവണം. അതാണ് നമ്മൾ നോക്കുന്നത്. നല്ല ഫ്ലഫി ആയിട്ട് വേണം അരയ്ക്കാനായിട്ട്. നമ്മളിപ്പോൾ 1/2 കപ്പ് ഉഴുന്നിന് ഓൾമോസ്റ്റ് 1/2 കപ്പ് വെള്ളം തന്നെയാണ് ഉപയോഗിച്ചത്. ഫുൾ ഉപയോഗിച്ചിട്ടില്ല. മേ ബി ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ബാക്കിയുണ്ടാവും. അത്രയും ചേർത്തിട്ടാണ് അരച്ചത്. അടുത്തായിട്ട് നമുക്ക് അവലൊന്ന് സോക്ക് ചെയ്യണം. അതിലൊരു 5-10 മിനിറ്റ് സോക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ് ഒഴിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല. ഈ 1/2 കപ്പ് അവലിലേക്ക് നമ്മൾ ഉഴുന്ന് സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു 1/2 കപ്പ് വെള്ളം തന്നെ വെച്ച് സോക്ക് ചെയ്യുക. നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ 10 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചപ്പോൾ നന്നായിട്ട് കുതിർന്ന് വെള്ളമൊക്കെ അബ്സോർബ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഇതും അരിയും കൂടെ ചേർത്ത് അരയ്ക്കണം. സോക്ക് ചെയ്ത അവലോടെ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ ഒരു റവ ഫൈനായിട്ട് കിടക്കുന്ന പോലെ ഒരു ടെക്സ്ചർ വരും. ആ രീതിയിൽ നമുക്ക് വേണം. സ്മൂത്ത് ആയിരിക്കണം, പക്ഷേങ്കിൽ ഫൈൻ റവ പോലെ ചെറിയ അരിയുടെ ഒരു തരി ഉണ്ടാവും. ആ ഒരു ടെക്സ്ചർ വരണം. ഇനി ഇതിനകത്തേക്ക് ഒഴിക്കാം.
നമ്മൾ അരി അരയ്ക്കാൻ നേരത്ത് ഞാൻ ഒരു കപ്പ് നിറച്ചെടുത്തില്ല, ഓൾമോസ്റ്റ് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരി അരച്ചെടുത്തേക്കുന്നത്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് എയറേറ്റ് ചെയ്യണം. കൈ വെച്ചിട്ട് നന്നായിട്ട് എയറേറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചൂടാവാതിരിക്കാൻ നോക്കുക, മിക്സി ചൂടാവാതിരിക്കാൻ നോക്കുക. അപ്പം ഞാൻ ചെയ്യാറുള്ളത്, ഉഴുന്ന് നമ്മൾ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ വെക്കുമല്ലോ, അതിന് ശേഷമുള്ള സമയം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ വെള്ളം ഒന്ന് തണുക്കും. അത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മിക്സി ചൂടാവാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 5 മിനിറ്റോളം ഇന്ന് ഫ്ലഫപ്പ് ചെയ്യുക, എറേറ്റ് ചെയ്യുക. ഇതേപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് എറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫുൾ മാവ് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനകത്ത് മൊത്തത്തിൽ ഉപ്പിടാം. ഇതല്ല, നമ്മൾ പകുതിയെ ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ ആ പകുതി ക്വാണ്ടിറ്റി മാറ്റിയ ശേഷം വേണം ഉപ്പിടാനായിട്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ മാവ് നന്നായിട്ട് പുളിക്കും. അപ്പം അതുകൊണ്ട് എത്ര നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അത്രയും ക്വാണ്ടിറ്റിക്ക് മാത്രം ഉപ്പിടുക. ബാക്കി വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഈ ഒരു അളവിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എയർടൈറ്റായിട്ട് വെക്കത്തില്ല. ഇതേപോലെ ഒരു ലൂസ് അടപ്പ് വെച്ചിട്ട് അടച്ച് ഓവർനൈറ്റ് പൊങ്ങാനായിട്ട് വെക്കാം. ഒരു 8 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച മാവാണ്. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇട്ട് മിക്സ് ചെയ്ത് എയർ കളയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടോ, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റാം. നമുക്ക് ആദ്യം ഇഡ്ഡലി തട്ടൊന്ന് റെഡിയാക്കി വെക്കാം. നമുക്ക് ഇച്ചിരി നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യ് വേണേലും തൂക്കാം. നല്ലെണ്ണയാണ് നല്ലത്. മാവ് ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. ബോയിൽ ചെയ്ത ശേഷം മാത്രമേ ഇഡ്ഡലി തട്ട് നമ്മൾ വെക്കത്തുള്ളൂ. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒഴിക്കാം. ഇങ്ങനെ ഒട്ടും പത കളയാതെ എടുക്കുമ്പോൾ നല്ല ഫ്ലഫി ഇഡ്ഡലി ആയിരിക്കും. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി കിട്ടും. ഇപ്പം 16 ഇഡ്ഡലിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതേപോലെ ഒരു ബാച്ച് കൂടെ ഉണ്ടാക്കാനായിട്ടുള്ള മാവുണ്ടോ. 32 ഇഡ്ഡലി, 28 തൊട്ട് 32 ഇഡ്ഡലി വരെ ഈ അളവിലുണ്ടാക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. നല്ലതായിട്ടൊരു തിള വരുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് വെച്ച് സ്റ്റീം ചെയ്യാം. to 12 minutes ആണ് യൂഷ്വലി ടൈം എടുക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാം. 10 മിനിറ്റായി ചെക്ക് ചെയ്യാം. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. അപ്പം ചൂടായതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത ശേഷം എടുക്കാം. അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് നല്ല പൊങ്ങിയിട്ടുണ്ട്, നല്ല ഫ്ലഫിയാണ്. അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും മതി. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഫ്ലഫി ഇഡ്ഡലിയാണ്. ഇതേപോലെ ബാക്കിയുള്ള ഇഡ്ഡലി എല്ലാം എടുക്കാം. നല്ല ചൂട് ഇഡ്ഡലിയാണ്, നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ടെക്സ്ചർ ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് ഇഡ്ഡലിയാണ്.
നല്ല ചൂട് സാമ്പാറും ചമ്മന്തിയും ഉണ്ടെങ്കിൽ നല്ല എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ടിപ്സുകൾ ഉഴുന്ന് നല്ല ഫ്ലഫി ആയിട്ട് അരയ്ക്കുക, അതിനുശേഷം നമ്മൾ അരി ഒരു ഫൈൻ റവയുടെ കൺസിസ്റ്റൻസി വരുന്നവരെ അരയ്ക്കുക, അതിനുശേഷം നന്നായിട്ട് എയറേറ്റ് ചെയ്യുക, ഉപ്പ് ചേർത്ത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി വീട്ടിലുണ്ടാക്കാം. ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ്.